നമസ്കാരം. തണൽ ഡെക്കാൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ATM സൗകര്യമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ സർവീസുമായി ഇന്ത്യൻ റെയിൽവേ. മുംബൈ മന്മത് പഞ്ചവടി എക്സ്പ്രസിലാണ് ആദ്യഘട്ടത്തിൽ ഈ സൗകര്യം ഏർപ്പെടുത്തിയത്. അമാൽഗം വിഷ്വൽ ക്രിയേഷൻസിന്റെ ബാനറിൽ ഹൈദരാബാദ് പ്രവാസി മലയാളികളുടെ കഥ പറയുന്ന യാദൃശ്ചികം എന്ന ഷോർട്ട് ഫിലിം ഈസ്റ്റർ ദിനമായ ഏപ്രിൽ 20 തണൽ ഡെക്കാൻ യൂട്യൂബ് ചാനലിലൂടെ റിലീസ് ചെയ്തു. വന്യജീവികളെ സ്നേഹിക്കുന്ന കുട്ടികൾക്കായി ഒരു സമ്മർ ക്യാമ്പ് തുറന്ന് ഹൈദരാബാദിലെ നെഹ്റു സുവോളജിക്കൽ പാർക്ക്. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ മലയാളി വിദ്യാർത്ഥി സംഘടനയായ കൈരളിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കേരളീയം 2025 വിവിധയിനം കലാപരിപാടികൾക്ക് വേദിയായി. ഇന്ത്യയുടെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളിൽ ഒന്ന് തിരുവനന്തപുരം മംഗലാപുരം റൂട്ടിലേക്ക് അനുവദിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ മലയാളികൾ. ഹൈദരാബാദിൽ ഒരു ഇക്കോ ടൗൺ സ്ഥാപിക്കുന്നതിനായി പ്രമുഖ ജാപ്പനീസ് കമ്പനികളുമായി തെലങ്കാന സർക്കാർ ലെറ്റർ ഓഫ് ഇന്റന്റിൽ ഒപ്പുവെച്ചു. കടമ്മനിട്ട അനുസ്മരണത്തോടനുബന്ധിച്ച് കൈരളി സമാജം മെട്ടുകുടയിൽ ഏപ്രിൽ 20 അവലോകന മീറ്റിംഗ് നടത്തി. ഹൈദരാബാദ് ഹൈടെക് സിറ്റിയിലെ യശോദ ഹോസ്പിറ്റലിൽ സംഘടിപ്പിച്ച സെലിബ്രേറ്റിംഗ് സെക്കൻഡ് ചാൻസ് ലൈഫ് വിത്ത് കിഡ്നി ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസ് എന്ന പരിപാടിയിൽ വൃക്കദാതാക്കളെയും സ്വീകർത്താക്കളെയും ആദരിച്ചു. സൂര്യാഘാതം സംസ്ഥാനത്തെ നിർദ്ദിഷ്ട ദുരന്തമായി തെലങ്കാന സർക്കാർ പ്രഖ്യാപിച്ചു. ഇരകൾക്ക് 4 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും. പ്രമുഖ മാട്രിമോണിയൽ പ്ലാറ്റ്ഫോമായ ഷാദി.കോമുമായി ബന്ധപ്പെട്ട ഗുരുതരമായ സൈബർ തട്ടിപ്പ് കേസ് കണ്ടെത്തി ഹൈദരാബാദ് സൈബർ ക്രൈം പോലീസ്. വാർത്തകൾ വിശദമായി. ATM സൗകര്യമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ സർവീസുമായി ഇന്ത്യൻ റെയിൽവേ. മുംബൈ മന്മത് പഞ്ചവടി എക്സ്പ്രസിലാണ് ആദ്യഘട്ടത്തിൽ ഈ സൗകര്യം ഏർപ്പെടുത്തിയത്. AC കോച്ചിലാണ് ATM സ്ഥാപിച്ചിരിക്കുന്നതെങ്കിലും ട്രെയിനിന്റെ 22 കോച്ചുകളിലും യാത്രക്കാർക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഇതിന്റെ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. പണം പിൻവലിക്കുന്നതിന് പുറമെ യാത്രക്കാർക്ക് ചെക്ക് ബുക്കുകൾ ഓർഡർ ചെയ്യാനും സ്റ്റേറ്റ്മെന്റുകൾ സ്വീകരിക്കാനും ഈ ATM ഉപയോഗിക്കാം. സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ATMൽ ഒരു ഷട്ടറും CCTV ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ത്യൻ റെയിൽവേയുടെ ഭൂസാവൽ ഡിവിഷനും ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയും ചേർന്നാണ് പുതിയ സംരംഭത്തിന് തുടക്കമിട്ടത്. പരീക്ഷണം വിജയമായാൽ ഈ സംവിധാനം മറ്റു ട്രെയിനുകളിലും വ്യാപിപ്പിക്കുമെന്ന് കരുതാം. അമാൽഗം വിഷ്വൽ ക്രിയേഷൻസിന്റെ ബാനറിൽ ഹൈദരാബാദ് പ്രവാസി മലയാളികളുടെ കഥ പറയുന്ന യാദൃശ്ചികം എന്ന ഷോർട്ട് ഫിലിം ഈസ്റ്റർ ദിനമായ ഏപ്രിൽ 20 തണൽ ഡെക്കാൻ യൂട്യൂബ് ചാനലിലൂടെ റിലീസ് ചെയ്തു. ഹൈദരാബാദിൽ തന്റെ താമസ സ്ഥലത്തിനടുത്ത് യാദൃശ്ചികമായി നടന്ന ഒരു സംഭവത്തിൽ ശ്രീ ഉണ്ണികൃഷ്ണൻ അത്താപ്പൂരിന് നേരിടേണ്ടി വന്ന അനുഭവത്തെ ആസ്പദമാക്കിയുള്ളതാണ് ഈ ഫിലിം. ശ്രീ ഉണ്ണികൃഷ്ണൻ തന്നെ തിരക്കഥ എഴുതിയ ഈ ഫിലിമിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് തെന്നിന്ത്യൻ ചലച്ചിത്രവേദിയിലെ അറിയപ്പെടുന്ന ആർട്ട് ഡയറക്ടറായ ശ്രീ രാജീവ് നായരാണ്. തണൽ മലയാളി സേവാ സമിതിയിലെ കലാകാരന്മാരടക്കം 30ഓളം അഭിനേതാക്കൾ യാദൃശ്ചികത്തിൽ വേഷമിട്ടു. രഞ്ജിത്ത് കുറുപ്പ്, അഭിരാമി ഉദയൻ, പ്രദീപ് പൊന്നൻ, MM അബ്രഹാം, ഷേർലി മുരളി, ദേവയാനി ബാലൻ, വിജിത് ഉണ്ണിക്കാട്ട്, വിപിനൻ, രാമേന്ദ്രൻ പാമ്പാടി, ചെന്താമരാക്ഷൻ, KV ദേവരാജൻ, ശ്രീനാരായണൻ, എഫ്രൈം ജോസഫ്, ചന്ദ്രശേഖർ, ഷാജി, ജീനു അനിലേഷ്, അംബിക R നായർ, രഞ്ജു രഞ്ജിത്ത്, അനുശ്രീ, KD ഉദയൻ, VK ബാലൻ, പ്രവീൺ നെടുങ്ങാടി, ലിബി ബെഞ്ചമിൻ തുടങ്ങിയവർ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ക്യാമറ രാഹുൽ ആൻഡ് സംഗീത് കുമാർ, അസിസ്റ്റന്റ് ഡയറക്ടർ AB അഭിനന്ദ്, ആർട്ട് ഡയറക്ടർമാർ വിനീത് വിഭു, ജിനേഷ് PJ, മ്യൂസിക് സാബു വർഗീസ്, എഡിറ്റിംഗ് ശശികുമാർ, മേക്കപ്പ് VK ബാലൻ എന്നിവർ കൈകാര്യം ചെയ്തു. തണൽ ഡെക്കാൻ യൂട്യൂബ് ചാനലിലൂടെ എല്ലാ കലാസ്നേഹികളും യാദൃശ്ചികം എന്ന ഷോർട്ട് ഫിലിം കാണണമെന്ന് ഡയറക്ടർ ശ്രീ രാജീവ് നായർ അഭ്യർത്ഥിച്ചു. വന്യജീവികളെ സ്നേഹിക്കുന്ന കുട്ടികൾക്കായി ഒരു സമ്മർ ക്യാമ്പ് തുറന്ന് ഹൈദരാബാദിലെ നെഹ്റു സുവോളജിക്കൽ പാർക്ക്. മൃഗശാലയെക്കുറിച്ചുള്ള അവലോകനവും മൃഗശാല ടൂറും നൽകുക എന്നതാണ് ക്യാമ്പിൻ്റെ ലക്ഷ്യം. മൃഗങ്ങളെയും പക്ഷികളെയും കുറിച്ചുള്ള ഒരു അവബോധ സെഷനും മറ്റ് രസകരമായ ഒട്ടേറെ കാര്യങ്ങളും മൃഗശാലയിലെ പരിചയസമ്പന്നരായ അധ്യാപകർ വിവരിക്കും. ഉദ്ദേശം 20 കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രതിദിന ബാച്ച് മെയ് ആദ്യ ആഴ്ചയിൽ ആരംഭിച്ച് ജൂണിൽ അവസാനിപ്പിക്കും. പങ്കെടുക്കുന്ന ഒരാൾക്ക് 1000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. അതിൽ ലഘുഭക്ഷണവും വെജിറ്റേറിയൻ ഉച്ചഭക്ഷണവും ഉൾപ്പെടുന്നു. പങ്കെടുക്കുന്നവർക്ക് ഒരു തൊപ്പി, നോട്ട്പാഡ്, ബാഡ്ജ് എന്നിവ അടങ്ങിയ കിറ്റും നൽകും. 5 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളെയാകും പരിഗണിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 040-244-77355 എന്ന നമ്പറിൽ വിളിക്കുകയോ
9281007836 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാം. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ മലയാളി വിദ്യാർത്ഥി സംഘടനയായ കൈരളിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കേരളീയം 2025 വിവിധയിനം കലാപരിപാടികൾക്ക് വേദിയായി. യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിലെ മലയാളി കൂട്ടായ്മയായ കൈരളിക്ക് പുറമെ ഐമ തെലങ്കാന യൂത്ത് വിങ്ങും യുവ മലയാളി കൂട്ടായ്മയായ നാം എന്നിവരും ചേർന്നാണ് കേരളീയം 2025 പരിപാടി സംഘടിപ്പിച്ചത്. യുവാക്കളുടെ ഹരമായ യുവഗായകൻ അർജുൻ വിജയ് അവതരിപ്പിച്ച മാസ്മരിക സംഗീത നിശയും കേരള തനിമയാർന്ന ശിങ്കാരിമേളവും യൂണിവേഴ്സിറ്റി കലാപ്രതിഭകൾ അവതരിപ്പിച്ച ഒപ്പന, കോൽക്കളി, തിരുവാതിരകളി, മാർഗംകളി തുടങ്ങി കണ്ണിനും കാതിനും ഇമ്പമേകുന്ന വിവിധയിനം കലാപരിപാടികളാൽ കേരളീയം സമ്പന്നമായി. കൈരളി പ്രതിനിധികളായ ബാസി, അജ്മാൽ, റാസി, സിദ്ധാർത്ഥ് ഗോവിന്ദ്, ഐമ യൂത്ത് വിംഗ് കൺവീനർ വിശാൽ വിഘ്നേഷ്, നാം കൺവീനർ കൃഷ്ണ മുതലായവർ യുവജനോത്സവത്തിന് നേതൃത്വം നൽകി. വിശിഷ്ടാതിഥികളായി ഐമ പ്രസിഡന്റ് PVK രാമൻ, സെക്രട്ടറി VAK മേനോൻ, വൈസ് പ്രസിഡന്റ് ഷേർലി മോൾ, ജോയിന്റ് സെക്രട്ടറി സുജാ പവിത്രൻ, സിനീബ വിനോദ്, EC മെമ്പർമാർ ദീപക് ദിവാകർ, ലോറൻസ് പൗലോസ്, പ്രകാശ് V, പനമ്പള്ളി VK മേനോൻ, വിനോദ് കുമാർ എന്നിവരും ക്ഷണിക്കപ്പെട്ട അതിഥികളായി തണൽ സംഗമം ടീമിൻ്റെ ശ്രീ പ്രദീപ് പൊന്നൻ, KD ഉദയൻ, WMC ചെയർമാൻ കണ്ണാട്ട് സുരേന്ദ്രൻ, CTRMA ട്രഷറർ മനോഹരൻ നായർ തുടങ്ങിയവരും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. നിരവധി സ്പോൺസർമാർ സാമ്പത്തിക സഹായം നൽകിയിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളിൽ ഒന്ന് തിരുവനന്തപുരം മംഗലാപുരം റൂട്ടിലേക്ക് അനുവദിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ മലയാളികൾ. വേഗതയ്ക്കും യാത്രക്കാരുടെ സുഖസൗകര്യങ്ങൾക്കും മുൻഗണന നൽകിക്കൊണ്ട് റെയിൽവേ അവതരിപ്പിക്കുന്ന ഈ പുതിയ ട്രെയിനിൻ്റെ ഡിസൈൻ കൈകാര്യം ചെയ്യുന്നത് ചെന്നൈയിലെ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി ആണെങ്കിലും നിർമ്മാണ നേതൃത്വം ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡിൻ്റേതാണ്. 1128 പേർക്ക് യാത്ര ചെയ്യാവുന്ന ഈ 16 കോച്ച് എയർ കണ്ടീഷൻ സ്ലീപ്പർ ട്രെയിനുകളിൽ സുഖപ്രദമായ ബെർത്തുകൾ, വായനക്കാർക്കായി മെച്ചപ്പെട്ട ലൈറ്റിംഗ്, GPS അധിഷ്ഠിത യാത്രാ അപ്ഡേറ്റുകൾ, ഓട്ടോമാറ്റിക് വാതിലുകൾ, മോഡുലാർ പൻട്രി, സുരക്ഷാ സംവിധാനങ്ങൾ, വൈകല്യമുള്ളവർക്കായുള്ള പ്രത്യേക ബെർത്തുകൾ, ടോയ്ലറ്റുകൾ തുടങ്ങിയ സവിശേഷതകൾ ഉണ്ടായിരിക്കും. അടുത്ത 6 മാസങ്ങൾക്കുള്ളിൽ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് ആരംഭിക്കുമെന്ന് കരുതുന്നു. ഹൈദരാബാദിൽ ഒരു ഇക്കോ ടൗൺ സ്ഥാപിക്കുന്നതിനായി പ്രമുഖ ജാപ്പനീസ് കമ്പനികളുമായി തെലങ്കാന സർക്കാർ ലെറ്റർ ഓഫ് ഇൻറ്റന്റിൽ ഒപ്പുവെച്ചു. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള സംഘം ജപ്പാന്റെ മാതൃകാ ഹരിത നഗരമായ കിറ്റക്യൂഷു സന്ദർശിച്ചിരുന്നു. IT മന്ത്രി ശ്രീ D ശ്രീധർ ബാബുവും മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥരും ഒപ്പമുണ്ടായിരുന്നു. പ്രതിനിധി സംഘത്തെ കിറ്റക്യൂഷു നഗരത്തിന്റെ മേയറായ കസുഹിസ ടാക്കേച്ചി സ്വാഗതം ചെയ്തു. സുസ്ഥിര വളർച്ചയ്ക്കുള്ള തെലങ്കാനയുടെ പ്രതിബദ്ധത ഊന്നിപ്പറഞ്ഞ മുഖ്യമന്ത്രി ജപ്പാനുമായുള്ള പരസ്പര സഹകരണത്തിലൂടെ മാലിന്യ സംസ്കരണം, പുനരുപയോഗം, പരിസ്ഥിതി പുനഃസ്ഥാപനം എന്നിവയിൽ ഹൈദരാബാദ് ലോകോത്തര വൈദഗ്ധ്യം നേടുമെന്ന് പറഞ്ഞു. മെട്രോ റെയിൽ വികസനം, റീജിയണൽ റിംഗ് റോഡ്, മുസി നദിയുടെ പുനരുജ്ജീവനം എന്നിവയുൾപ്പെടെ തെലങ്കാനയുടെ അടിസ്ഥാന പദ്ധതികളെക്കുറിച്ച് പര്യവേഷണം ചെയ്യാൻ മുഖ്യമന്ത്രി കമ്പനികളെ ഹൈദരാബാദിലേക്ക് ക്ഷണിച്ചു. കടമ്മനിട്ട അനുസ്മരണത്തോടനുബന്ധിച്ച് കൈരളി സമാജം മെട്ടുകുടയിൽ ഏപ്രിൽ 20 അവലോകന മീറ്റിംഗ് നടത്തി. കടമ്മനിട്ട് രാമകൃഷ്ണൻ ദൃശ്യാവിഷ്കാരത്തിൽ പങ്കെടുത്ത കലാകാരന്മാരെയും കവികളെയും സംഘാടകരെയും ഉൾപ്പെടുത്തി കൈരളി സമാജം മെട്ടുകുടയിൽ ഏപ്രിൽ 20 അവലോകന മീറ്റിംഗ് നടത്തി. പ്രോഗ്രാമിൽ ഉൾപ്പെട്ട കലാകാരന്മാരടക്കം 100ഓളം പേര് മീറ്റിംഗിൽ പങ്കെടുത്തു. മലയാളം മിഷൻ സെക്രട്ടറി KD ഉദയൻ സ്വാഗതവും ചെയർമാൻ MM അബ്രഹാം അധ്യക്ഷതയും വഹിച്ചു. മലയാളം മിഷൻ പ്രസിഡന്റ് പ്രദീപ് പൊന്നൻ, ട്രഷറർ ശ്രീജിത്ത് കാര്യാട്ട്, CTRMA പ്രസിഡന്റ് ലിബി ബെഞ്ചമിൻ, എയ്മ പ്രസിഡന്റ് PVK രാമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തെലങ്കാന ഫിലിം കലാ സംവിധായകരുടെ സെക്രട്ടറി രാജീവ് നായരെ ആദരിച്ചു. തെലങ്കാന ക്ലിക്ക് കൾച്ചറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത മനോജ് അങ്ങാടിക്കലിനെയും ആദരിച്ചു. കലാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ജിനു, അനിലേഷ് ശരണ്യ എന്നിവരെയും പൊന്നാട അണിയിച്ച് ആദരിച്ചു. മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവരും പ്രോഗ്രാമിനെ കുറിച്ച് സംസാരിച്ചു. മലയാളം മിഷൻ കൺവീനർ KS രാധാകൃഷ്ണൻ നന്ദി അറിയിച്ചു. പങ്കെടുത്തവർക്ക് വൈകുന്നേരം അത്താഴ വിരുന്ന് ഒരുക്കിയിരുന്നു. ഹൈദരാബാദ് ഹൈടെക് സിറ്റിയിലെ യശോദ ഹോസ്പിറ്റലിൽ സംഘടിപ്പിച്ച സെലിബ്രേറ്റിംഗ് സെക്കൻഡ് ചാൻസ് ലൈഫ് വിത്ത് കിഡ്നി ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസ് എന്ന പരിപാടിയിൽ വൃക്കദാതാക്കളെയും സ്വീകർത്താക്കളെയും ആദരിച്ചു. ചെയ്ത ഫൗണ്ടേഷൻ ഫോർ ഓർഗൻ ട്രാൻസ്പ്ലാന്റ്സ്,
കെയർ ഫോർ യുവർ കിഡ്നി ഫൗണ്ടേഷൻ, കിഡ്നി വാരിയേഴ്സ് ഫൗണ്ടേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രതിരോധശേഷിയും ദീർഘകാല വിജയവും നേടിയ 10 മുതിർന്ന വൃക്ക സ്വീകർത്താക്കൾ, 80 വൃക്ക ദാതാക്കൾ, ട്രാൻസ്പ്ലാന്റ് സർജന്മാർ, ഡയാലിസ് രോഗികൾ, പരിചരണം നൽകുന്നവരും അവരുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടെ 285 പേർ ചടങ്ങിൽ പങ്കെടുത്തു. നൂതന സാങ്കേതിക വിദ്യയിലൂടെ ലോകോത്തരമായ വൃക്കപരിചരണം നൽകാൻ യശോദ ഹോസ്പിറ്റൽസിലെ വിദഗ്ധ ടീമുകൾ പ്രതിജ്ഞാബദ്ധമാണെന്ന് യശോദ ഗ്രൂപ്പ് ഹോസ്പിറ്റൽസ് MD ഡോക്ടർ GS റാവു പറഞ്ഞു. സൂര്യാഘാതം സംസ്ഥാനത്തെ നിർദ്ദിഷ്ട ദുരന്തമായി തെലങ്കാന സർക്കാർ പ്രഖ്യാപിച്ചു. ഇരകൾക്ക് 4 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും. സ്ത്രീകൾ, കുട്ടികൾ, വൃദ്ധർ തുടങ്ങി സംസ്ഥാനത്തെ ദുർബല വിഭാഗങ്ങൾക്കുണ്ടാകുന്ന സൂര്യാഘാതവും മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. തെലങ്കാനയിലെ 33 ജില്ലകളിൽ 28ലും 15 ദിവസം ഉഷ്ണതരംഗം ഉണ്ടായതായി സർക്കാർ ഉത്തരവിൽ പറയുന്നു. സൂര്യാഘാതം മൂലമുണ്ടാകുന്ന മരണങ്ങൾക്ക് പ്രത്യേക നഷ്ടപരിഹാരം ഇല്ലാത്തതിനാൽ ആപത് ബന്ധു പദ്ധതി പ്രകാരമാണ് സംസ്ഥാനം ഇതുവരെ 50,000 രൂപ വീതം സഹായം നൽകി വന്നിരുന്നത്. ഉയർന്ന അന്തരീക്ഷ താപനിലയാണ് മരണകാരണമെന്ന് കണ്ടെത്തിയാൽ ധനസഹായം നൽകുമെന്ന് അറിയിപ്പിൽ പറയുന്നു. പ്രമുഖ മാട്രിമോണിയൽ പ്ലാറ്റ്ഫോമായ ഷാദി.കോമുമായി ബന്ധപ്പെട്ട ഗുരുതരമായ സൈബർ തട്ടിപ്പ് കേസ് കണ്ടെത്തി ഹൈദരാബാദ് സൈബർ ക്രൈം പോലീസ്. വ്യാജ പ്രൊഫൈൽ ഉപയോഗിച്ച് വിവാഹ വാഗ്ദാനം നടത്തി നഗരത്തിലെ ഒരു വനിതാ ഡോക്ടറെ വഞ്ചിക്കുകയും 11 ലക്ഷം രൂപ തട്ടിയെടുക്കുകയും ചെയ്ത പ്രതി ജെ വാംഷി കൃഷ്ണ അടുത്തിടെ അറസ്റ്റിലായി. പ്രതി സമാനമായ നിരവധി കുറ്റകൃത്യങ്ങൾ നടത്തിയതായി അന്വേഷണത്തിൽ കണ്ടെത്തി. വേണ്ടത്ര സുരക്ഷാ പരിശോധനകളില്ലാതെ വരുമാനം ഉണ്ടാക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച പ്ലാറ്റ്ഫോമിൻ്റെ അശ്രദ്ധമായ ബിസിനസ് മോഡലാണ് തട്ടിപ്പുകൾക്ക് വഴിയൊരുക്കിയത്. IT ആക്ട്, BNS വകുപ്പുകൾ പ്രകാരം മാട്രിമോണിയൽ സൈറ്റിനെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ടണൽ ഡെക്കാൻ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.